നമസ്കാരം. ഇന്ന് മലയാളികൾക്കിടയിൽ ഏറ്റവും കൂടുതലുള്ളൊരു ശീലമാണ് രാത്രി ഭക്ഷണം. രാത്രി ഭക്ഷണം വളരെ നിർബന്ധമാണ്. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾ മുതൽ ജോലി ചെയ്യുന്ന ആൾക്കാർ വരെയുള്ളവർക്കാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി കഴിക്കുക എന്നല്ലാതെ അതിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിലുണ്ട്, എന്തിനാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴുള്ള എനർജി, എന്തിനൊക്കെയാണ് നമുക്ക് ആവശ്യം, അത് എത്രത്തോളം നമ്മളൊരു ദിവസത്തെ ഊർജ്ജം നിലനിർത്താൻ സഹായിക്കുന്നു എന്നൊന്നും ആർക്കും അറിയില്ല. നമ്മളെപ്പോഴാണോ ഫ്രീ ആ നേരമാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്നത്. പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ വിശക്കുമ്പോൾ ഭക്ഷണം എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ ആ വിശപ്പ് വരുന്ന സമയത്തായിരിക്കും അവർ ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുക, അത് കഴിക്കുക. ഇന്ന് നമുക്ക് കാലഘട്ടം മാറിയതുകൊണ്ടും ആവശ്യത്തിലധികം ഫുഡ്, നമുക്ക് വെറൈറ്റി ഫുഡുകൾ കിട്ടുന്നത് കൊണ്ടും നമുക്ക് തോന്നുമ്പോഴൊക്കെ കഴിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് മാറി. അല്ലെങ്കിൽ നമ്മൾ ബിസി അല്ലാത്ത സമയമൊക്കെ നമ്മൾ എന്തെങ്കിലും കുറിച്ചുകൊണ്ടിരിക്കുക, കഴിക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറി. ഇപ്പം തന്നെ നമ്മുടെ നാട്ടിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പുറത്തൊക്കെ കടകൾ, ഹോട്ടൽസൊക്കെ ഓപ്പൺ ആവുന്നത് തന്നെ ഈവനിങ് ടൈം ആയിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഹെവി ഫുഡ് അല്ലെങ്കിൽ ജങ്കായിട്ടുള്ള ഫുഡുകളുടെ എല്ലാം ഹോട്ടലൊക്കെ രാത്രി ആണ് പ്രവർത്തന സമയം ഉണ്ടാവുക. ഈവനിങ് ഒരു 3-ന് ശേഷം രാത്രി 2 മണി 3 മണി വരെയൊക്കെ പ്രവർത്തിക്കുന്ന ഹോട്ടലാണ് കൂടുതലും ഉള്ളത്. അല്ലാതെ നമ്മൾ പകൽ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി വളരെ അപൂർവമായിട്ടായിരിക്കും നമുക്ക് ഒരു ഹോട്ടൽ എന്തെങ്കിലും കാണാൻ കിട്ടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിലേക്ക് മാറുന്നത്? കാരണം നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മുടെ തിരക്ക് തന്നെയാണ്. എല്ലാവരും ജോലിയുള്ളവരാണ്, തിരക്കുള്ളവരാണ്. അപ്പോൾ രാവിലെ സമയങ്ങളൊന്നും നമുക്ക് ഒഴിവില്ല. ഉച്ചയ്ക്ക് നമ്മൾ ഡ്യൂട്ടിയിലായിരിക്കും. ഈവനിങ് വന്ന് റിലാക്സ് ചെയ്തതിന് ശേഷമായിരിക്കും പുറത്തേക്ക് പോകുന്നതും. അതിനിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നല്ല, പൊതുവെ പുറത്താണെങ്കിലും വിദേശ രാജ്യങ്ങളിലാണെങ്കിലും നൈറ്റ് ലൈഫാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ ദോഷങ്ങളാണ് നമുക്ക് ഉണ്ടാവുന്നത്, അത് നമ്മൾ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്താൽ നമുക്കൊരു പരിധി വരെ ഇതിന് മാറ്റം കൊണ്ടുവരാനാകുമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഡോക്ടർ ജോബിത അബ്ഷൻ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ രാവിലെ കഴിക്കുന്ന ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന്. അതായത് നമ്മുടെ 75% ഓഫ് എനർജി സ്റ്റോറേജിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കാരണം നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആക്ടിവിറ്റീസ് വരുന്നത്. രാത്രി നമുക്ക് റെസ്റ്റാണ്. അപ്പോൾ ആ ആക്ടിവിറ്റിക്ക് വേണ്ടി, നമ്മുടെ വർക്ക് ചെയ്യാൻ വേണ്ടി, നമ്മുടെ ബ്രെയിന് വേണ്ടിയിട്ടുള്ള ഫുഡാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ബ്രെയിൻ ഫുഡ് എന്ന് പറയാം. നമ്മളുടെ ഓരോ കാര്യങ്ങളും, ഇപ്പോൾ ലേബർ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും മസിൽ മാസ് അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്ത് ഉണ്ടാവാൻ, അതുപോലെ ഇൻ്റലക്ച്വൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഓഫീസിൽ അതിന് വേണ്ട സ്കിൽസ് പുറത്തെടുക്കാൻ കഴിയണമെങ്കിലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ പ്രോട്ടീൻ്റെ അളവ് വളരെ കൂടുതലായിട്ട് വേണം. പക്ഷേ തിരക്കുള്ള ആൾക്കാരാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും 1-2 റെഡി ടു ഈറ്റ് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് ഓടുകയാണ് പതിവ്. ചിലർ ഫുഡേ കഴിക്കാതെ പോയിട്ട് പിന്നീട് വല്ല ജ്യൂസോ വെള്ളമോ കുടിച്ച് 11 o'clock വരെയൊക്കെ ആ ഒരു എംപ്റ്റി സ്റ്റൊമക്ക് അല്ലെങ്കിൽ കാലി വയറിൽ ജോലി ചെയ്യുന്ന അവസ്ഥ കാണാറുണ്ട്. ഇത് അവരുടെ എഫിഷ്യൻസി കുറക്കുന്ന ഒന്നായിരിക്കും. ഡ്യൂട്ടി ടൈമിലാണെങ്കിലും, ഇനി കുട്ടികളാണെങ്കിൽ സ്കൂൾ ടൈമിലാണെങ്കിലും അവർക്ക് വേണ്ട വിധത്തിൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളതിലൂടെയാണ്. മറ്റൊരു കാര്യം, ഡയറ്റ് കോൺഷ്യസ് ആയ പല ആൾക്കാരും അതിനെക്കുറിച്ച് പൂർണ്ണ അറിവില്ലാതെ ഭക്ഷണം കുറക്കുക അല്ലെങ്കിൽ ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളൊരു പാറ്റേണിലേക്ക് പോവാറുണ്ട്. അത്തരക്കാരും ഏറ്റവും കൂടുതൽ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. അത് അവർ ഒരു നേരമെങ്കിലും ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ അത്രയും നേരം നമുക്ക് ഫുഡിൻ്റെ ആ ഒരു എനർജി കൂടി നമ്മൾ തടി വെക്കുന്നില്ലോ എന്നുള്ള ഒരു തെറ്റായ ധാരണയാണത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിൽ അതൊരിക്കലും നമ്മളെ തടി കുറയ്ക്കാനല്ല, പകരം നമ്മളുടെ ഊർജം കളഞ്ഞ് നമ്മളെ ക്ഷീണിതരാക്കാനാണ് കൂടുതൽ പ്രാപ്തിയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിൽ പ്രോട്ടീൻ്റെ അളവ് ഉൾപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കുക. രാവിലെ ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ ദോശ അല്ലെങ്കിൽ അപ്പം, പുട്ട് ഇതുപോലുള്ള സാധനങ്ങളായിരിക്കും കഴിക്കുക. ഇതിലൊക്കെ കാർബോഹൈഡ്രേറ്റിൻ്റെ കണ്ടന്റ് ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ പ്രോട്ടീൻ കഴിക്കണം. മിനിമം ഒരു 30% പ്രോട്ടീനെങ്കിലും വരണം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താവുന്നത് ഈ ദോശയുടെ കൂടെയാണെങ്കിൽ തന്നെ കുറഞ്ഞ അളവിൽ ദോശ കഴിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ കടല, ചെറുപയർ, മൺപയർ അല്ലെങ്കിൽ മുട്ട അങ്ങനെ കഴിക്കാം. അല്ലെങ്കിൽ മുട്ടയുടെ വെള്ള മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ പനീർ, ചീസ്, എന്തെങ്കിലും ഒരു ഡയറി പ്രൊഡക്റ്റ് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ പ്രോട്ടീൻ്റെ അംശം ഉണ്ടാവും. പിന്നെ രാത്രി ഫുഡിൻ്റെ കാര്യമാണ് മറ്റൊന്ന് പറയാനുള്ളത്. അപ്പോൾ ഈ പറയപ്പെടുന്ന ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ കഴിക്കുന്ന ഈ ഒരു സംഭവം നിങ്ങൾക്ക് രാവിലത്തെ എനർജി കിട്ടാൻ യൂസ്ഫുള്ളായി. അന്നത്തെ നിങ്ങളുടെ വർക്ക് കൃത്യമായിട്ട് നടക്കുന്നു, നിങ്ങൾക്ക് ക്ഷീണം വരുന്നില്ല. ഉച്ചയ്ക്കാണെങ്കിലും നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ കുത്തരി ചോറിൻ്റെ കൂടെ നിങ്ങൾ കൂടുതലായിട്ടും പച്ചക്കറിയും ഫ്രൂട്ട്സും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ ഡയറ്റിൽ നിർബന്ധമായിട്ടും വരേണ്ടതാണ്. ധാരാളം വെള്ളം കുടിക്കുക. ഇനി നമ്മൾ വീട്ടിൽ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നേരത്തെ ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ
ഹെവി ആയിട്ട് ഫുഡ് കഴിക്കാം. അപ്പോൾ നേരത്തെ ഫുഡ് കഴിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ഒരു 7 o'clock മുന്നേ ഡിന്നർ കഴിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസും കൂടെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 7 മണിക്കെങ്കിലും നിങ്ങൾ ഡിന്നർ കഴിക്കുക. 7 മണിക്ക് ശേഷം ഹെവി ഫുഡ് ഒഴിവാക്കുക. പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ആൾക്കാർ നേരത്തെ ഫുഡ് കഴിക്കുമായിരുന്നു. പിന്നെ എന്താണോ ഉള്ളത് ആ ഫുഡ് കഴിച്ചിട്ട് കിടക്കുന്ന ഒരു രീതിയായിരുന്നു. ഒരു ഹെവി ഫുഡ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡിൻ്റെ രീതിയിലേക്ക് പോവാറില്ല. പക്ഷേ ഇപ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ നോൺ വെജ് അല്ലെങ്കിൽ ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്ന ടൈം രാത്രിയാണ്. ഞാൻ പറഞ്ഞ പോലെ നൈറ്റ് ലൈഫ് കൂടിയതുകൊണ്ട്. അപ്പോൾ ലേറ്റായിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ അത് വളരെയധികം ദോഷം ചെയ്യും. കാരണം രാത്രി നമുക്ക് അത്രയും എനർജി ഊർജ്ജത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ രാത്രി നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണവും നമുക്ക് എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. പകരം അത് ഫാറ്റായിട്ട് സ്റ്റോർ ആവാണ് ചെയ്യുക. അപ്പോൾ രാത്രി വൈകി ഫുഡ് കഴിക്കുന്നതിലൂടെ ഒന്നാമത്തെ കാര്യം നമ്മൾ വണ്ണം വയ്ക്കും. രണ്ടാമത്തെ കാര്യം കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം BP കൂടാൻ ഒരുപാട് പഠനങ്ങൾ കണ്ടിട്ടുണ്ട്. രാത്രി ലേറ്റായിട്ട് ഫുഡ് കഴിക്കുന്ന ആൾക്കാരിൽ BP കൂടിയിട്ട് വരാറുണ്ട്. മറ്റൊന്ന് ഷുഗറാണ്, അഥവാ ഡയബറ്റിസ്. അത് നമ്മുടെ നാട്ടിൽ മലയാളികൾക്കിടയിൽ 20-30% ആൾക്കാർക്കും ഡയബറ്റിസ് ഉണ്ട്. അതിൻ്റെ മറ്റൊരു റീസൺ ഇതാണ്, അരിയാഹാരം കൂടുതലാണ്. അത് അരിയാഹാരം എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ കുത്തരി ചോറായിരുന്നു, അത് പിന്നെയും ഗുണകരമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ വെള്ളച്ചോറിലേക്ക് മാറുമ്പോൾ അതിൻ്റേതായ ഭവിഷ്യത്തുണ്ട്. അപ്പോൾ ഇത്തരം ഫുഡുകൾ ലേറ്റായിട്ടും കൂടെ കഴിക്കുകയാണെങ്കിൽ അത് ഫാറ്റായിട്ട് അക്യുമുലേറ്റ് ചെയ്യും. മാത്രമല്ല നമ്മുടെ ഷുഗർ വർദ്ധിക്കും, BP വർദ്ധിക്കും, കൊളസ്ട്രോൾ വർദ്ധിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലേറ്റായിട്ട് ഫുഡ് കഴിക്കുമ്പോൾ മാത്രം സംഭവിക്കുന്നുണ്ട്. മാത്രമല്ല ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും, ലേറ്റായിട്ട് ഫുഡ് നമ്മൾ നല്ലോണം കഴിച്ചാലും ഒരുപാട് പേര് രാവിലെ എണീക്കുമ്പോൾ വീണ്ടും വിശക്കുന്നതായിട്ട് കാണാറുണ്ട്. പറയുമ്പോൾ ഹെവി ആയിട്ട് കഴിച്ചിട്ടുണ്ടാവും, ലേറ്റ് ആയിട്ടാണ് കഴിച്ചത്, പക്ഷേ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ പെട്ടെന്ന് വിശക്കും. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ റെനിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് നമുക്ക് വിശപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വിശക്കുക എന്നുള്ളൊരു ടെൻഡൻസി വരുന്നത് റെനിൻ ഹോർമോൺ കൊണ്ടാണ്. നോർമലി ഉള്ള ആൾക്കാരിൽ റെനിൻ എന്ന ഹോർമോൺ രാത്രി സമയങ്ങളിൽ കുറവായിരിക്കും. പക്ഷേ രാത്രി ഫുഡ് കഴിക്കുന്ന ഒരാൾക്ക് ഈ ഹോർമോൺ വീണ്ടും സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തും നമുക്ക് വിശപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഒരിക്കലും എനർജി ആയിട്ട് ഉപയോഗപ്പെടുത്താനാവില്ല. പകരം നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റും അത്തരം സാഹചര്യങ്ങളിൽ ഫാറ്റായിട്ട് തന്നെ, അതായത് കൊഴുപ്പായിട്ട് തന്നെ അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ കൂടുതൽ വണ്ണം വെക്കാനും സാധ്യതയുണ്ട്. അപ്പം നമ്മൾ കാര്യമായിട്ട് ചെയ്യേണ്ടത് എന്താണ്? വിശപ്പ് ഇപ്പം നിങ്ങൾക്ക് 7 മണിക്ക് ഡിന്നർ കഴിച്ചിട്ടും വിശക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ജ്യൂസസോ അല്ലെങ്കിൽ ചെറിയ എന്താ സാലഡ്സോ മാത്രം കഴിക്കുക എന്നുള്ളതാണ്. വിശപ്പ് ചെറുതായിട്ട് മാറ്റുക ഉള്ളതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നല്ലോണം വയറ് നിറച്ച് കഴിക്കുക. രാത്രിയത്തെ ഫുഡ് ഏറ്റവും മിനിമലായിട്ട് വയറ് മുഴുവൻ നിറയാത്ത വിധം അല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള രീതിയിൽ കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഉറക്കം നിങ്ങൾക്ക് കിട്ടും. പല ആൾക്കാരും ഉറക്കക്കുറവിൻ്റെ പ്രശ്നം പറയാറുണ്ട്. അതിനൊക്കെ ഉള്ളൊരു പരിഹാരമാണ്. മാത്രമല്ല രാത്രി ലേറ്റായിട്ട് ഫുഡ് കഴിച്ച് കിടക്കുന്ന സമയത്തായിരിക്കും പലരും നെഞ്ചെരിച്ചിൽ, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്, വേദനകൾ, ശരീരത്തിലെ പല ഭാഗങ്ങളിൽ ഗ്യാസ് കെട്ടുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പറയാറ്. അപ്പം നമ്മൾ ഈ ഡിന്നർ നേരത്തെ കഴിക്കുന്നതിലൂടെ നമുക്ക് അത്തരം നെഞ്ചെരിച്ചിലിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഉറക്കക്കുറവിൻ്റെ പ്രശ്നങ്ങളും കൂടെ പരിഹരിക്കാൻ പറ്റും. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡയറ്റിൽ കൂടുതൽ പച്ചക്കറികൾ അല്ലെങ്കിൽ കൂടുതൽ പ്രോട്ടീൻസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എന്നുള്ളതൊക്കെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതിൽ തന്നെ പച്ചക്കറികളിൽ എപ്പോഴും കൂടുതൽ പച്ച നിറത്തിൽ തൊലിയുള്ള പച്ചക്കറികളായിരിക്കും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. അപ്പോൾ അത്തരം പച്ചക്കറികൾ കൂടുതൽ ഉപയോഗിക്കുക. മണ്ണിനടിയിൽ വളരുന്ന അല്ലെങ്കിൽ ഗ്യാസ് വർദ്ധിപ്പിക്കുന്ന ഏതെങ്കിലും പച്ചക്കറികൾ നിങ്ങൾ രാത്രി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ട് വർദ്ധിപ്പിക്കും. പക്ഷേ നേരെ മറിച്ച് നിങ്ങൾ ഉച്ചയ്ക്കോ ബ്രേക്ക്ഫാസ്റ്റിനോ എടുക്കുകയാണെങ്കിൽ അത്ര തന്നെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നില്ല. കാരണം നിങ്ങൾ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ രാത്രി അത്തരം ഭക്ഷണങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക തന്നെയാണ് അതിനുള്ളൊരു മാർഗം. നേരത്തെ ഡിന്നർ കഴിക്കുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങളും ഇതിലൂടെ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നന്ദി. ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.